ലിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ. ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ ഓഫറുകളുടെ പൊടിപ്പൂരം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി തികച്ചും സൗജന്യം. അപ്പൊ വേഗമാവട്ടെ, ഓണപ്പൂരം അടിപൊളിയാക്കാം. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. കടങ്ങോട് സ്വാമിപ്പടി കൈതോറക്കുളം അധികൃതരുടെ അവഗണന മൂലം നശിക്കുന്നു. കുളം സംരക്ഷിക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുകയാണ്. കടങ്ങോട് പഞ്ചായത്തിലെ 4-ാം വാർഡിൽ സ്വാമിപ്പടി പാടശേഖരത്തിനോട് ചേർന്നാണ് കൈതോറക്കുളമുള്ളത്. ഏകദേശം 1/2 ഏക്കറോളം വിസ്തൃതിയുള്ള പഞ്ചായത്ത് കുളം പുല്ലും പാഴ്മരങ്ങളും വളർന്ന് കാട് പിടിച്ച് നശിച്ച അവസ്ഥയിലാണ്. കാർഷിക ജലസേചനത്തോടൊപ്പം പ്രദേശവാസികൾ കുളിക്കുവാനും തുണി അലക്കുവാനും ഉപയോഗിച്ചിരുന്ന കുളം 15 വർഷത്തിലധികമായി ഉപയോഗശൂന്യമാണ്. കുളം നവീകരിക്കണമെന്ന് മാറി മാറി ഭരിച്ച ത്രിതല പഞ്ചായത്ത് അധികൃതരോട് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് പരാതിയുണ്ട്. കോൺഗ്രസും CPM-ഉം BJP-യും വാർഡ് മാറി മാറി ഭരിച്ചെങ്കിലും കുളത്തിന്റെ പുനരുദ്ധാരണം നടത്താൻ വിമുഖത കാണിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കൈതോറ കടങ്ങോട് 4-ാം വാർഡിൽ ഒരു കൈതോറ എന്നുള്ള കുളത്തിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. പ്രാദേശികവാസികൾക്കും ഗ്രാമീണ ആളുകൾക്കൊക്കെ ഈ കൈതോറ കുളം ഭയങ്കര ആയിട്ടുള്ളൊരു അനുകൂലമായിട്ടുള്ളൊരു കുളമായിരുന്നു. ഇപ്പോൾ ഒരു 10-17 കൊല്ലമായിട്ട് ഇതിനോട് ഒരു പഞ്ചായത്തും ഒരു ഗവൺമെൻറ്റും ഒരു അനുകൂലങ്ങളും കിട്ടാതെ വളരെയധികം മോശമായ അവസ്ഥയിലാണ് ഈ കുളം ഇപ്പോൾ നിൽക്കുന്നത്. കോൺഗ്രസിൻ്റെ ഭരണകാലത്തും മാർക്സിസ്റ്റിൻ്റെ ഭരണകാലത്തും BJP-യുടെ ഭരണകാലത്തും ഈ വാർഡിൽ 3 ഭരണകക്ഷികളും മാറി മാറി ഭരിച്ചിട്ടും അവരുടെ അടുത്ത് പോയിട്ട് കണ്ടിട്ടടക്കം നമ്മൾക്ക് ഈ കുളത്തിനൊരു അനുകൂലം പോലും കിട്ടിയിട്ടില്ല. ഇനി ഞങ്ങൾ ഈ പ്രാദേശികവാസികളെ ആരെ പോയി കാണണം എന്നുള്ളൊരു കാര്യമാണ് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. പുല്ലുമൂടി പറമ്പ് പോലെ കിടക്കുന്ന കുളം അപകട ഭീഷണിയും സൃഷ്ടിക്കുന്നുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് കുളത്തിൽ വീണ പോത്ത് പുല്ലിനുള്ളിൽ കുടുങ്ങി കര കയറാൻ കഴിയാതെ ചത്തിരുന്നു. നാട്ടുകാർ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും കുളത്തിലേക്ക് ഇറങ്ങാൻ കഴിയാത്തതിനാൽ ഇത് സാധിച്ചില്ല. കുളം നവീകരിച്ച് ഉപയോഗയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ ഗ്രാമസഭയിലും പഞ്ചായത്തിലും നിരന്തരം അപേക്ഷകൾ സമർപ്പിക്കുന്നുണ്ടെങ്കിലും അധികൃതർ ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഈ പ്രദേശത്തെ കർഷകർ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും നീന്തൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ടും വസ്ത്രങ്ങൾ കഴുകുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് ആളുകൾ ഈ പ്രദേശത്ത് അതിൻ്റെ അടുത്ത പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ ആശ്രയിച്ചിരുന്ന ഒരു കുളമാണിത്. പക്ഷേ 10-15 വർഷമായിട്ട് ഈ കുളം നവീകരിക്കാനോ ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടോ ത്രിതല പഞ്ചായത്തിൽ നിന്നോ മറ്റ് സർക്കാർ മേഖലകളിൽ നിന്നോ ഒരു രൂപ പോലും ഫണ്ട് കിട്ടാതെ ഇന്ന് ഈ കുളം ഇത് കുളമാണോ എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ കാട് കയറി കിടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നമ്മൾ പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലും മിക്കവാറും എല്ലാ പ്രതിനിധികളെ കാണുകയും ഇതിൻ്റെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു രീതിയിലുള്ള ഒരു സാമ്പത്തിക സഹായമോ ഈ കുളം നവീകരിക്കാനുള്ള പ്രവർത്തനങ്ങളോ ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ ശക്തമായ പ്രതിഷേധം ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്ത ദിവസം ഈ കുളവും നവീകരിക്കാനായിട്ടുള്ള സഹായങ്ങൾ ഏതെങ്കിലും സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് ലഭിക്കണമെന്നാണ് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യം. പഞ്ചായത്തിലെ ഒട്ടനവധി കുളങ്ങൾ ത്രിതല പഞ്ചായത്തിന്റെ സഹകരണത്തോടെ പഞ്ചായത്ത് പുനരുദ്ധാരണം നടത്തിയിട്ടുണ്ട്. ഈ ഭരണകാലം അവസാനിക്കുന്നതിന് മുൻപ് കുളത്തിന്റെ നവീകരണത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. You are watching VCV News.